അങ്ങനെ നമ്മൾ ഓണം സെലിബ്രേഷൻ എത്തി ഗൈസ്. ഞാൻ നല്ല മുണ്ടൊക്കെ എടുത്ത് നല്ല ഫുൾ സെറ്റപ്പിൽ താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി. താഴെ ഇറങ്ങി വണ്ടി കയറാൻ നോക്കുമ്പോഴാണ് മോനെ നല്ലൊരു മഴ പുറത്ത്. പിന്നെ കുറേ സമയം അവിടെ നിന്ന് അങ്ങനെ മഴ നനഞ്ഞ് ഓഫീസിലേക്ക് പോയി. ഓഫീസിലെത്തിയപ്പോഴത്തേക്ക് എല്ലാവരും നല്ല എക്സൈറ്റഡ്, എല്ലാവരും നല്ല സെറ്റപ്പിൽ മുണ്ടൊക്കെ എടുത്ത് നല്ല ക്ലാസിക്കൽ ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കൊണ്ടൊരു ഹായ് പറഞ്ഞിപ്പിച്ചു. പിന്നെ അങ്ങനെ നമ്മൾ പോകേണ്ട ടൈമായി. പക്ഷേ വിഷ്ണു ക്യാമറയിലേക്ക് എന്തോ നോക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സമയം പാർക്കിങ്ങിലൊക്കെ പോയി ഇങ്ങനെ കുറേ കറങ്ങി നടന്നു. പിന്നീട് നമ്മളെല്ലാവരും നമ്മുടെ സ്പോട്ടിലെത്തി. നമ്മൾ മസ്കോട്ട് ബീച്ച് റിസോർട്ടിലായിരുന്നു നമ്മുടെ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അഖിലേഷ് ചേട്ടനുമാണ് ആദ്യം എത്തിയത്. അതുകൊണ്ട് നമ്മളവിടെയുള്ള നല്ല വ്യൂ പോയിൻറ്റ്സൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുകയായിരുന്നു. അത് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കാണാൻ പറ്റിയ റിസോർട്ടാണ്. അവിടെ നല്ല സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിലേക്ക് കൂടി ഇങ്ങനെ കാറ്റും കൊണ്ട് നടക്കാൻ നല്ല സുഖമായിരുന്നു. അതിനുശേഷം അവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോയി. അവിടെ പല രീതിയിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചിലതൊക്കെ മോഡേൺ ആയിട്ടായിരുന്നു. അതൊക്കെ നല്ല കോസ്റ്റ്ലി ആയിട്ടാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഐഡിയ എന്താ ഏതാണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് ആരോടെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ നമ്മളെ കൂട്ടത്തിൽ ആർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ മോഡേൺ ആർട്ടിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ പെയിൻറ്റിങ്സിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്നറിയില്ല. ചിലതൊക്കെ 45,000-ൻ്റെ 60,000-ൻ്റെ പെയിൻറ്റിങ്സ് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ്. പക്ഷേ ഇതുപോലത്തെ കുറച്ച് നല്ല പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ചെറിയൊരു ഹോൾവേ ആണ്, പക്ഷെ നല്ല ഫോട്ടോസൊക്കെ വെച്ച് നല്ല അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ ഋഷിയേട്ടൻ്റെ ഒരു അടിപൊളി പാട്ട് കഴിഞ്ഞു. അതിനുശേഷം ഋഷിയേട്ടനും നമ്മൾ മറ്റുള്ളൊരു ഷോപ്പിലൊരു ഏച്ചിയായിട്ടൊരു ഡുവറ്റും കൂടി പാടി. അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഷെമിയും ആദ്യമായിട്ടും കൂടിയിട്ട് എന്തോ ഒരു സാധനം അതിൻ്റെ ബാക്കിൽ കെട്ടി വെക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. പരിപാടി പകുതിയായപ്പോൾ ഇവർ ബാനർ കെട്ടാൻ നോക്കുന്നത്. അങ്ങനെ പാട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കസേര കളി തുടങ്ങി. എനിക്ക് 3-ാം സ്ഥാനമായിരുന്നു. അതിനുശേഷം നമ്മുടെ ലേഡീസിൻ്റെ കസേര കളിയും നടന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വടംവലി തുടങ്ങി. നല്ല ആവേശത്തിൽ വിളിച്ചെങ്കിൽ ലേഡീസ് തോറ്റുപോയി, പക്ഷെ നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടുത്ത വീഡിയോ കാണിക്കാം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. നല്ല അടിപൊളി നെയ്ച്ചോറ്, ചിക്കൻ കറി, പൊറോട്ട, നാൻ, പപ്പടം, അങ്ങനെ നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് ഐസ്ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കഴിച്ച് ഞാനങ്ങ് വീട്ടിൽ പോയി.